നമ്മുടെ മലയാളികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് നല്ലതും ചീത്തയുണ്ട്, പരിഹാരവുമുണ്ട്. കേരളത്തിലെ മലയാളികൾക്ക് ഭൂരിഭാഗം പേർക്കും വീടുണ്ട്, കാറുണ്ട്, മൊബൈലുണ്ട്, പിള്ളേരെല്ലാം വിദേശത്താണ്. പക്ഷെ ഉള്ളിലേക്ക് കയറി നോക്കിയാൽ ഇൻഡിവിജ്വൽ ഹാബിറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയ ഒരു അന്തരം കാണാം. അൺഒഫീഷ്യലായിട്ടുള്ള കണക്കുകളാണ്, എന്നാലും രസകരമാണ്. 10-7 മലയാളിയും കടത്തിലാണ്. ഒരു 30,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ 17,000 രൂപ EMI അടയ്ക്കുന്നുണ്ട്. ഡെപ്റ്റ് ടു റേഷ്യോ ഏകദേശം 10 ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലുത്. എഡ്യൂക്കേഷൻ ലോൺ 12,000 കോടി കടന്നിരിക്കുന്നു. അതിനകത്ത് തന്നെ 30% NPA ആണ്, അതായത് തിരിച്ചടയ്ക്കാൻ വയ്യാത്തത്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് 30% ആണ്. പഠിച്ചിറങ്ങുന്ന 70% ആൾക്കാർ, കേരളത്തിൽ നിന്നല്ല ലോകത്തെമ്പാടും പഠിച്ചിറങ്ങുന്ന കേരളൈറ്റ്സിൽ 70% ആൾക്കാരും യൂത്തും അവർ പഠിച്ച കാര്യത്തിലല്ല ജോലി ചെയ്യുന്നത്. 70% കാറുകളും കേരളത്തിൽ ഓടുന്നതിൽ 7 സീറ്റർ വരെ ഉണ്ടെങ്കിലും ഒറ്റയാളാണ് ഓടിക്കുന്നത്. ഏകദേശം 150 ലക്ഷത്തോളം വീടുകൾ വെറുതെ കിടക്കുന്നുണ്ട്. ഒരു 1 കോടിയുടെ വീട് പണിതാൽ അതിനകത്ത് 70 ലക്ഷം EMI ആണ്. കൺസംഷൻ ഹാബിറ്റ്സ് ഭയങ്കര കൂടുതലാണ്, 20% അതിൽ EMIയിലാണ്. ഗൾഫ് റെമിറ്റൻസ് ഏകദേശം EMIയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ചരിത്രം നോക്കിയാൽ 60കളിൽ നമുക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നു. അന്ന് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് പാടങ്ങളോ അല്ലെങ്കിൽ ആസ്തികളോ ആയിരുന്നു. 80കളിലാണ് റബ്ബർ വന്നത്. 90കളിൽ ഗൾഫിലേക്കുള്ള ബൂം തുടങ്ങി. അന്ന് മുതലേ ഒരു സ്റ്റാറ്റസ് ആങ്സൈറ്റി നമുക്ക് വന്നു. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇടയിൽ വന്നത് ഒരു സ്റ്റാറ്റസ് അറ്റ് എനി കോസ്റ്റ് എന്നുള്ള ഒരു രീതിയിലാണ്. അതുകൊണ്ടാണ് സ്റ്റാറ്റസ് ഡെപ്റ്റാണ് നമുക്കിപ്പോൾ ഉള്ളത്. വലിയ കല്യാണം, പുറത്തുള്ള ഒരു എഡ്യൂക്കേഷൻ, വലിയ വീട്, വലിയ കാറ്, ഇങ്ങനെ പല രീതിയിലാണ്. ഇന്നിപ്പം പല എഡ്യൂക്കേഷനിലും ഒരു കടലാസിൻ്റെ വില മാത്രം, ഗ്രാജുവേഷനാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഒരു കടലാസിൻ്റെ വിലയേ ഉള്ളൂ. വീടുകൾ മുകളിലേക്ക് പോകാൻ തന്നെ ആൾക്കാരില്ല. കാറിൽ എന്താ പറയുക, അതൊരു 6-7 പേര് കയറുന്നൊരു കാറിൽ ഒരാൾ മാത്രം പോകുമ്പോൾ അത് അയാളുടെ ധനം മാത്രമല്ല പോകുന്നത്, അതൊരു ലോകത്തിൻ്റെ ഒരു റിസർവ്, നാളത്തെ ഭാവിയിലെ ജനറേഷൻ്റെ ഒരു എനർജിയാണ് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ആണ് നമ്മുടെ ലോകം പോകുന്നത്. ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സോഷ്യൽ പോലീസിങ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കുഴപ്പം. ഒരു ഗോസിപ്പിനെ കുറിച്ചുള്ള ഒരു പേടി, ആളുകൾ എന്ത് പറയും, ആളുകൾ എന്ത് വിചാരിക്കും. അപ്പോൾ അതിൽ നിന്ന് അകലുക എന്നുള്ളതാണ്. ഈ വലിയ വീട്, വലിയ കാറ്, വലിയ എന്ന് തുടങ്ങുന്ന സംഭാഷണമുള്ള ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അവർ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുകയാണ് അതിനകത്ത് ഒരു സൊല്യൂഷൻ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങുക. ബ്രാൻഡഡ് കാര്യങ്ങളും നമ്മൾ ആവശ്യമുള്ളത് മാത്രം ബ്രാൻഡഡ് കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു ട്രാവലിന് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു തല്ലുകൂടിക്കൊണ്ടൊരു സ്വിറ്റ്സർലൻഡിന് പോകുന്ന ഒരു കപ്പിളിനേക്കായും നമ്മുടെ അടുത്ത് സന്തോഷകരമായി പോകുന്ന ഡിസ്കഷനിൽ പോകുന്ന ഒരു കപ്പിൾസല്ലേ കൂടുതൽ എൻജോയ്മെൻറ്റ്. നമ്മൾ ഡെപ്റ്റ്, കടം പറ്റെങ്കിൽ ഒഴിവാക്കുക. ആദ്യം സേവ് ചെയ്യുക, അതിന് ശേഷമായിരിക്കണം നമ്മൾ ചിലവാക്കേണ്ടത്, തിരിച്ചല്ല.
ചെലവ് ചെയ്തതിൻ്റെ ബാക്കിയല്ല നമ്മൾ സേവ് ചെയ്യേണ്ടത്. നമ്മൾ സേവ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വിശ്വസിക്കുക. നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരു കോമ്പൗണ്ടിങ് ആണ്. അതായത് ഒരു ഒറ്റ നേർത്ത വരയിലല്ല അത് മുകളിലേക്ക് പോകുന്നത്. അതൊരു കേർവായിട്ട് ഇങ്ങനെ കോമ്പൗണ്ടിങ് ഒരു ഇതായിട്ടാണ് പോവുക. ആദ്യമൊന്നും അത് കാണില്ല, പക്ഷെ പിന്നീട് അത് കോമ്പൗണ്ട് ചെയ്ത് വലിയ രീതിയിലേക്ക് എത്തും. ഇതാണ് പണക്കാരനായ മലയാളിക്കുള്ള ഒരു പ്രതിവിധി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനകത്തെ കണക്കുകളൊന്നും കൃത്യമല്ല, ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.